പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശേൽ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവിക രഹസ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സംരക്ഷണം നൽകുന്ന, നമ്മെ വളർത്തുന്ന ഒരു ദൈവിക രഹസ്യം. ആ ദൈവ രഹസ്യം ഇതാണ്: എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം നൽകും. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ നമ്മൾ തകരില്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ്. അതിതാണ്, നമുക്ക് പല കഴിവുകളുമുണ്ട്. ചിലർക്ക് പാടുവാനുള്ള കഴിവ്, ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവ്, ചിലർക്ക് പഠിപ്പിക്കാനുള്ള കഴിവ്. നിരവധി കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ടാലന്റുകൾ എന്ന് പറയും. ഇതൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിന് ശേഷം ആത്മീയ വരദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് ദർശനവരങ്ങളുണ്ട്, പ്രവചനവരങ്ങളുണ്ട്, ഭാഷാവരമുണ്ട്. ഇങ്ങനെ ആത്മീയ വരദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മഹത്വത്തിന് തന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലുപരി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിൽ സ്നേഹം ഉളവാകുന്നതിന് വേണ്ടി ദൈവം തന്ന ദാനങ്ങളും ടാലന്റുകളുമാണ്. ഇവ എങ്ങനെ നമുക്ക് വളർത്താം? പാട്ടുപാടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പാട്ടുപാടി വളർന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവർ ദൈവത്തിന് മഹത്വം നൽകിയതുകൊണ്ടാണ്. പാട്ട് ഒരു ഗിഫ്റ്റാണ്, പ്രഭാഷണം ഒരു ഗിഫ്റ്റാണ്, ഏതൊരു ശുശ്രൂഷയും ഒരു വരദാനമാണ്. ദൈവം നൽകുന്ന ഒരു ദാനമാണ്, അതൊരു വരമാണ്. അതുകൊണ്ട് നമ്മൾ വരദാനം എന്ന് പറയും. ഇത് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, നന്നായി പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ നന്നായി പ്രസംഗിക്കുമ്പോൾ, നന്നായി പഠിപ്പിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്താണെന്നറിയാമോ? തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ. ഞാൻ ഒത്തിരിയേറെ ഈ ഇൻഫെക്ഷന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ തേടിയപ്പോൾ കണ്ടത് ഇതാണ്. എനിക്കിതേ വെളിപ്പെടുത്തി എന്ന കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് പ്രസംഗിക്കുമ്പോൾ, നന്നായിട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വക്കീലാണ് നന്നായി വാദിക്കുമ്പോഴെല്ലാം പറയണം, ഇത് ഞാനല്ല ചെയ്യുന്നത്, ദൈവം എന്നിലൂടെ ചെയ്യുകയാണ്. എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിവില്ല, അത് ദൈവം എനിക്ക് നൽകിയ ഗിഫ്റ്റാണ്. അവിടുത്തെ മഹത്വത്തിന് വേണ്ടി നൽകി ഞാൻ ഉപയോഗിക്കുന്നു. എനിക്കിതിൽ യാതൊന്നും മേന്മയില്ല എന്ന് പറഞ്ഞ് നമ്മളെ ശൂന്യവൽക്കരിക്കണം. യേശു മഹാൻ എന്ന് പറയും ഹിന്ദിയിൽ. അതായത് ദൈവം മഹാൻ, അത് യേശു മഹാൻ, അവിടുന്ന് നൽകിയൊരു ഗിഫ്റ്റാണ്. എനിക്ക് സ്വയം ഒരു കഴിവൊന്നുമില്ല. ചിലർ പറയുന്നു, എൻ്റെ ശബ്ദം വളരെ നന്നായിരിക്കുന്നു, എനിക്കൊന്നും ഇതിനെക്കുറിച്ച് പറയില്ല, ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. ചിലർ പറയും, നന്നായി പാടിയിരിക്കുന്നു. അപ്പം നമ്മൾ പറയണം, ഇത് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. പ്രശംസ വരുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കണം. എങ്കിൽ നമുക്ക് നൽകപ്പെട്ട ദാനത്തിന്മേൽ അന്ധകാരശക്തിയുടെ ആക്രമണം ഉണ്ടാകില്ല, അത് നഷ്ടപ്പെടില്ല, പിന്നെയോ അത് വളരുകയും ചെയ്യും. ഇതാണ് ഒരു രഹസ്യം. ഇതിനെ നമ്മൾ നാടൻ ഭാഷയിൽ വേറെ രീതിയിലാണ് നമ്മളിതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുന്നത്, അയ്യോ മോളെ, നിനക്ക് നല്ല മുടിയുണ്ടല്ലോ. ആ മുടിയുണ്ട് എന്നുള്ള പ്രശംസ കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ കാണാൻ ചിലപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് എലിവാൽ പോലെയുണ്ടോ. അപ്പം നമ്മൾ പറയും, ആ സ്ത്രീയുടെ നാവ് ഒരു കരിനാവാണ്. ഇനി അല്ല, മോനെ നന്നായിരിക്കണല്ലോ, നീ ഗൾഫിൽ പോയിട്ട് തടിയൊക്കെ വെച്ച് വന്നല്ലോ, നന്നായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത് അസുഖം വരും. അപ്പം നമ്മൾ ആ മനുഷ്യനെ കരിനാക്കനാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ തെങ്ങുമ നോക്കിയിട്ടോ, അയ്യോ നിങ്ങളുടെ തെങ്ങുമ ധാരാളം തേങ്ങയുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് മാനത്തെ തേങ്ങയൊക്കെ പൊടിയാനും ഒരു മച്ചി പോലും പിടിക്കാത്ത അവസ്ഥയുണ്ടാവും. ഇതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവീക രഹസ്യം. ഇനി ആളുകൾ നമ്മളെ പ്രശംസിക്കുകയും, അച്ഛൻ്റെ പ്രസംഗം സൂപ്പറായിട്ടോ. എനിക്കിതിൽ ഒരു മഹത്വമില്ല. ദൈവം എന്നോട് സംസാരിക്കുന്നു. ഓൾ ഗ്ലോറി ടു ജീസസ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കരിനാക്ക് പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? കാരണം നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ, 1000 കുടത്തിൻ്റെ വാ കെട്ടാം, എന്നാൽ ഒരു മനുഷ്യൻ്റെ വാ കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളൊരു പ്രശംസിക്കും, മറ്റുള്ളൊരു നന്നായി എന്നൊക്കെ പറയും. എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കാം? ആ പ്രശംസ നമുക്ക് ഉപദ്രവമാകാതെ എങ്ങനെ സ്വീകരിക്കാം? അതാണ് ദൈവത്തിന് മഹത്വം നൽകുക. നന്നായി തേങ്ങ പിടിച്ച് നിൽക്കുന്ന തെങ്ങ് കണ്ട പറയണം, ഇത് ഞങ്ങൾക്ക് ദൈവം തന്നതാണ്. ഇതുപോലെ ഒരിക്കലും കാണാൻ ഇപ്പോൾ ദൈവം ഞങ്ങൾക്ക് ധാരാളം തരുന്നുണ്ട്, ദൈവത്തിന് മഹത്വം അവിടുന്ന് തരുന്നു എന്ന് പറഞ്ഞ് ആ തേങ്ങയെക്കുറിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഒരു മച്ചി പോലും കൊഴിയില്ല, വീണ്ടും തേങ്ങ പിടിച്ചുകൊണ്ടിരിക്കും.
ഇതുപോലെ തന്നെ നല്ല മുടിയുള്ള ഒരു പെൺകുട്ടിയോട് പറയാണ്, മോളെ നിന്റെ മുടി നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു കർത്തവ്യമുണ്ട്. എന്നറിയോ, ഇതെനിക്ക് എൻ്റെ ഈശോ തന്ന മുടിയാണ്, എനിക്ക് ഈശോ തന്ന മുടിയാന്ന് പറഞ്ഞ ഒരു മഹത്വത്തിൻ്റെ ശബ്ദം. അവിടെ പിന്നെ അന്ധകാര ശക്തിക്ക് അധികാരമില്ല. നന്നായി പാട്ട് പാടുമ്പോൾ പറയണം, ഇതെനിക്ക് ദൈവം തന്ന സ്വരമാണ്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിവില്ല, ഇത് ദൈവം തന്ന സ്വരമാണെന്ന് പറഞ്ഞു നോക്കിയേ, ആ തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകില്ല. നന്നായി വാദിക്കുന്ന വക്കീലും നന്നായി പഠിക്കുന്ന ടീച്ചറും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണം, ദൈവം തന്ന ദാനമാണ്, എൻ്റെ ടീച്ചിങ് കപ്പാസിറ്റി എൻ്റെ കഴിവൊന്നുമല്ല, ദൈവം തന്നതാണ്, എൻ്റെ സ്വരമാതിരിയൊക്കെ ദൈവത്തിൻ്റെതാണ്. പാട്ടുകാരൻ അങ്ങനെ പറയണം, വക്കീല് ടീച്ചർമാർക്ക് അങ്ങനെ പറയണം, പ്രസംഗിക്കുന്ന അച്ഛന്മാരും അങ്ങനെ പറയണം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പറയണം, അല്ലെങ്കിൽ പ്രഘോഷകൻ അങ്ങനെ പറയണം, എൻ്റെ ശബ്ദം എൻ്റെ കർത്താവിൻ്റെ ദാനമാണ്. അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്മേൽ അന്ധകാര ശക്തിക്ക് അധികാരമില്ല, സ്പർശിക്കില്ല. മാത്രമല്ല ആ ഗിഫ്റ്റ് വളരാൻ തുടങ്ങും. ഇതാണ് ദൈവിക രഹസ്യം. അതുകൊണ്ട് നമ്മൾ എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. സംഗീതത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, എല്ലാറ്റിനെയും പ്രതി അങ്ങേക്കാണ് മഹത്വം നൽകേണ്ടത്. 115 സംഗീതം നമ്മൾ വായിച്ചിട്ടില്ലേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഇങ്ങനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം ദൈവത്തിന് മഹത്വം നൽകുക, നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കുക. യോഹന്നാൻ പറഞ്ഞില്ലേ, അവൻ വളർന്ന് ഞാൻ കുറയണം. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ദാനം കിട്ടിയതുകൊണ്ട് നമുക്ക് വളരാൻ കഴിയില്ല. പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുത്താലേ അത് സംരക്ഷിക്കപ്പെടുകയും വളർത്തപ്പെടുകയും വേണം. നാം വായിച്ചിട്ടില്ലേ, വളർത്തുന്നവൻ ദൈവമാണ്. നമുക്ക് സ്വയം വളരാൻ കഴിയില്ല, ദൈവം വളർത്തുന്നതനുസരിച്ച് നമുക്ക് വളരാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹം, ഞാൻ ഈ ദൈവരഹസ്യം പറഞ്ഞത് എൻ്റെ സ്വന്തം എടുക്കൊണ്ടൊന്നല്ല, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവം എൻ്റെ ശബ്ദത്തിലൂടെ, രൂപത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. ഓൾ ഗ്ലോറി ടു ഹിം. ഇനി നമ്മൾ അപ്പസ്വല പ്രവർത്തനത്തിൽ ഒരു കാര്യം കാണും. ഒരു മനുഷ്യൻ പ്രശംസിക്കപ്പെട്ടു, അവൻ അത് ദൈവത്തിന് മഹത്വം നൽകിയില്ല. ഹെരോദസിനെ കുറിച്ചാണ് 12-ാം അധ്യായം, അവിടെ 30 മുതൽ നിങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ ഹെരോദോസ് ജനങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ആളുകൾ വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല. നല്ലൊരു പ്രശംസ ഹെരോദോസിന് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക, പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ഒരു ദൂതൻ അവൻ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല, പുഴുക്കിൽക്കരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. ദൈവത്തിന് മഹത്വം നൽകുമ്പോഴാണ് നമുക്ക് നൽകപ്പെട്ട ദാനങ്ങളും കൃപകളും നിലനിൽക്കുന്നത്. ആളുകൾ പ്രശംസിക്കുമ്പോൾ നമ്മൾ വിനീതരാകും, ഇതെൻ്റെ കഴിവല്ല, ഇതെല്ലാം എനിക്ക് ദൈവം തന്നതാണ്. മക്കളെ കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. ചിലർ കണ്ണു പറ്റാതിരിക്കാൻ ചുട്ടി കുത്തുകയും അല്ലെങ്കിൽ കണ്ണെഴുതുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അറിയില്ല. മറ്റുള്ളവരെ പ്രശംസിക്കട്ടെ, ഏൽക്കാതിരിക്കാൻ ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി. ഇത് ദൈവത്തിൻ്റെ മക്കളാണ്, എനിക്ക് ദൈവം തന്ന മക്കളാണ്. അങ്ങനെ പറയുമ്പോൾ അവരിൽ നൽകപ്പെട്ടിരിക്കുന്ന നന്മകൾ നിലനിൽക്കും, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നിലനിൽക്കും. ഒരു കണ്ണും പറ്റില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ കണ്ണു പറ്റിലൊന്നുമില്ല. കരിനാക്ക് കണ്ണു പറ്റിയതൊന്നും ക്രൈസ്തവ വിശ്വാസത്തിലില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പം തന്നെ എപ്പോഴും താഴ്ത്തണം, വിനീതരാകണം, ദൈവത്തിന് മഹത്വം നൽകണം. സങ്കീർത്തനം 115:1, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തി അങ്ങേക്കാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ദൈവത്തിന് സ്തുതി. ആമേൻ.